Transposition. Transfer of lens power from one form to another so that their power meridian value remains the same in both the forms. ഒരു ലെൻസ് പവറിനെ വേറൊരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുക, അതിനെയാണ് നമ്മൾ ട്രാൻസ്പൊസിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ചേഞ്ച് ചെയ്താൽ ആ ലെൻസിൻ്റെ പവർ മെറീഡിയൻ വാല്യൂ എന്ന് പറയുന്നതിൽ വ്യത്യാസമൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. പവർ മെറീഡിയൻ വാല്യൂ റിമൈൻസ് ദ സെയിം ഇൻ ബോത്ത് ദ ഫോംസ്. റീറൈറ്റ് ദ എക്സ്പ്രഷൻ ഓഫ് ഇറ്റ്സ് പവർ വിത്തൗട്ട് ആക്ച്വലി ചേഞ്ചിങ് ദം. അതായത് അതിനൊന്ന് റീറൈറ്റ് ചെയ്തെടുക്കുന്നു. അതായത് ലെൻസിൻ്റെ പവറിനെ നമ്മളൊന്ന് എന്ത് ചെയ്യുന്നു, റീറൈറ്റ് ചെയ്തെടുക്കുന്നു. എന്നാൽ അതിൻ്റെ പവറിൽ അവിടെ ചേഞ്ചസ് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇതാണ് ട്രാൻസ്പൊസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻലി ഈ ഒരു ട്രാൻസ്പൊസിഷൻസ് 2 ടൈപ്സ് ആണ് വരുന്നത്. ടൈപ്സ് ഓഫ് ട്രാൻസ്പൊസിഷൻ 2 ടൈപ്സ് ഉണ്ട്. സിമ്പിൾ ട്രാൻസ്പൊസിഷൻ ആൻഡ് ടോറിക് ട്രാൻസ്പൊസിഷൻ. The first one, simple transposition. Simple transposition is mainly done through the following 3 steps. മെയിൻലി നമുക്ക് ഈ ഒരു സിമ്പിൾ ട്രാൻസ്പൊസിഷൻ ചെയ്യാനായിട്ട് 3 സ്റ്റെപ്സ് ആണ് നമുക്ക് ഉള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് സെം. സെം എന്ന് പറയുമ്പോൾ ആഡിങ് ദ പവർ ഓഫ് ദ സ്ഫിയർ ആൻഡ് സിലിണ്ടർ. മെയിൻലി ഒരു സ്പെക്ടക്കിൾ പ്രിസ്ക്രിപ്ഷനിൽ സ്ഫിയർ ഓൺലി ഉണ്ടായിരിക്കും, സിൽ ഓൺലി ഉണ്ടായിരിക്കും, സ്ഫിയറോ സിലിണ്ടർ ഫോംസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മെയിൻലി സിലിണ്ടറിൻ്റെ പ്രസൻസിലാണ് ഈ ഒരു ട്രാൻസ്പൊസിഷൻ നമ്മൾ ചെയ്യുന്നത്. അതിനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് സെം. സെം എന്ന് വെച്ചാൽ ആഡിങ് ദ പവർ ഓഫ് ദ സ്ഫിയർ ആൻഡ് സിലിണ്ടർ. സ്ഫിയറിനെയും സിലിണ്ടറിനെയും, അതായത് നമുക്ക് തന്നിട്ടുള്ള ഒരു പവറിലെ സ്ഫിയറിനെയും സിലിണ്ടറിനെയും ആഡ് ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൈൻ. റീറൈറ്റ് ദ പവർ ഓഫ് സിലിണ്ടർ ബട്ട് ചേഞ്ച് ദ സൈൻ. ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് വഴി നമുക്ക് പുതിയൊരു സ്ഫിയർ പവർ കിട്ടും. സെക്കൻഡ് സ്റ്റെപ്പിൽ സൈൻ നമ്മൾ ചെയ്യുമ്പോൾ പുതിയൊരു സിലിണ്ടർ പവർ കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഒരു പവർ പ്രിസ്ക്രിപ്ഷനിലുള്ള സിലിണ്ടർ പവറിനെ എഴുതിയതിന് ശേഷം അതിൻ്റെ സൈനിനെ മാറ്റാം. പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കാം, മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കാം. അങ്ങനെ നമുക്ക് പുതിയ സിലിണ്ടർ പവർ കിട്ടും. ഇപ്പോൾ 3 എന്ന് പറയുന്നതാണ് ആക്സിസ്. റൊട്ടേറ്റ് ദ ആക്സിസ് ഓഫ് സിലിണ്ടർ ത്രൂ 90 ഡിഗ്രി. അതായത് നമ്മുടെ പവർ പ്രിസ്ക്രിപ്ഷനിൽ 90 ഡിഗ്രി ആണെന്നാണ് വിചാരിക്കാം. ആ ഒരു ആക്സിസ്, ട്രാൻസ്പോസ്ഡ് ആയിട്ടുള്ള ആക്സിസ് കിട്ടാനായിട്ട് നമ്മൾ നമ്മുടെ പവർ പ്രിസ്ക്രിപ്ഷനിലുള്ള ആക്സിസിനെ 19 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. 19 ആണ് ആക്സിസ് എങ്കിൽ അത് 118 ആവും, 118 ആണ് ആക്സിസ് എങ്കിൽ അത് 19 ആയിരിക്കും. ഇതാണ് സിമ്പിൾ ട്രാൻസ്പൊസിഷൻ ചെയ്യാനുള്ള 3 സ്റ്റെപ്സുകളെന്ന് പറയുന്നത്. ഇനി നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കുമ്പോൾ സിലിണ്ടർ ഓൺലിയിൽ എങ്ങനെയാണ്, സ്ഫിയറോ സിലിണ്ടർ ഫോമിൽ എങ്ങനെയാണ് ഈ ഒരു സിമ്പിൾ ട്രാൻസ്പൊസിഷൻ വർക്ക് ആവുന്നതെന്ന് നോക്കാം. അതിനുള്ള ഫസ്റ്റ് എക്സാമ്പിളാണ് +2 സ്ഫിയറും +1 സില്ലും 90 ഡിഗ്രി ആക്സിസും വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? സ്ഫിയറിനെയും സില്ലിനെയും ആഡ് ചെയ്യുന്നത് വഴി പുതിയൊരു സ്ഫിയറിനെ കിട്ടും. ഇവിടെ സ്ഫിയർ +2 ആണ്, സിലിണ്ടർ +1 ആണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ +3 ആയിരിക്കും നമുക്ക് സ്ഫിയർ പവർ കിട്ടുന്നത്. സെക്കൻഡ് സ്റ്റെപ്പാണ് ചേഞ്ച് ദ സൈൻ ഓഫ് സിലിണ്ടർ. ഇവിടെ +1 ആണ്, അത് സൈൻ മാറ്റുമ്പോൾ -1 ആയിട്ട് മാറും. അപ്പോൾ സിലിണ്ടർ പവർ -1 ഡയോപ്റ്റർ സിലിണ്ടർ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ആക്സിസ്. ഇവിടെ 90 ഡിഗ്രിയാണ് ആക്സിസ് ഉള്ളത്. അപ്പോൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി റൊട്ടേഷൻ വരും. അപ്പോൾ 118 ആയിരിക്കും ആക്സിസ് കിട്ടും. ഇപ്പോൾ ആക്സിസ് ഒരു 90 ഡിഗ്രിനെക്കാട്ടിയും കുറവാണെന്നുണ്ടെങ്കിൽ 90 നമ്മൾ കൂട്ടി കൊടുക്കും. മോർ ദാൻ 90 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 90നെ കുറച്ച് കൊടുക്കാം. നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് +3 സ്ഫിയർ -1 സിലിണ്ടർ ആക്സിസ് 180. എക്സാമ്പിൾ നമ്പർ 2ൽ നമ്മൾ സില്ലോൺലിയാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ സ്ഫിയർ +or- അതായത് 0 ആണ് സ്ഫിയർ, സില്ല് -1 ആണ്, ആൻഡ് 165 ആക്സിസ്. സ്ഫിയർ കിട്ടാനായിട്ട് ഇവിടെ സ്ഫിയർ എന്താണ്, 0 ആണല്ലോ. അപ്പോൾ 0യോടൊപ്പം -1 സില്ല് ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, -1 സ്ഫിയറാണ് നമുക്കവിടെ കിട്ടുന്നത്. സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ -1 ആണ്, സൈൻ മാറ്റുമ്പോൾ +1 ആയിട്ട് മാറുന്നു. ആക്സിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 165 ആണല്ലോ ആക്സിസ് വരുന്നത്. അപ്പോൾ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ സെൻറ്ററിലെ ആ ഒരു നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 6ൻ്റെ ഒപ്പം 1 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 7 കിട്ടും. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ തേർഡ് നമ്പറായിട്ടുള്ള 5നെ അതിനോടൊപ്പം എഴുതാം. അപ്പോൾ എന്ത് കിട്ടും, 75 ആയിരിക്കും ട്രാൻസ്പോസ്ഡ് ആയിട്ടുള്ള ആക്സിസ്. ഇനി ആക്സിസ് 75 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അത് 2 ഡിജിറ്റ് ആണല്ലോ.
അപ്പോൾ എന്തായാലും 2 ഡിജിറ്റ് 19 ആഡ് ചെയ്യുമ്പോൾ 3 ഡിജിറ്റ് ആവും. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം 1 ഇടുക, അതിന് ശേഷം ഫസ്റ്റ് നമ്പറിൽ നിന്നും 1 സബ്സ്ട്രാക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ 7ൽ നിന്ന് 1 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. എന്നിട്ട് ശേഷം 5നെ ഇറക്കിയിടുക, അപ്പോൾ 165 ആക്സസ് കിട്ടും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നുണ്ടായിരിക്കുക -1 സ്ഫിയറും +1 സില്ലും 75 ഡിഗ്രി ആക്സസും ആയിരിക്കും.